ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഈ ഉമ്മ കൊടുത്തുകൊണ്ടിരിക്കുന്ന വാവയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പോൾ ഈ വാവ ആരാന്ന് ഞാൻ പറയാം. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ വാവ കേട്ടോ. അപ്പോൾ അവൻ്റെ ഒന്നാം പിറന്നാളായിട്ട് ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പം വാവയുടെ ബർത്ത്ഡേ ആണെങ്കിലും കുറച്ച് കുട്ടിയുടെ അമ്മയ്ക്കും കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാറുണ്ട് ഗൈസ്. അപ്പോൾ ഞങ്ങൾ അവൾക്ക് ലിപ്സ്റ്റിക്ക് അവളുടെ തീർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊന്ന് മേടിക്കാൻ വേണ്ടി കടയിൽ കയറിയതാണ്. വാവ നല്ല കാര്യമായിട്ട് നോക്കുന്നുണ്ട് എന്താ ഞാൻ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ടെസ്റ്റ് ചെയ്യുന്നത് എൻ്റെ ലിപ്പിലാട്ടോ. അപ്പോൾ ഞാനതൊക്കെ ആദ്യം ഞാൻ ഓൾറെഡി കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടുകൊണ്ടാണ് വന്നത്. അതൊക്കെ വൈപ്പ് ചെയ്ത് കളഞ്ഞിട്ട് ഞാനിത് ഇട്ട് നോക്കുകയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ക്രയോൺ ലിപ്സ്റ്റിക്ക് എനിക്കിഷ്ടമല്ല കേട്ടോ. എനിക്ക് ലിക്വിഡാണ് ഇഷ്ടം. പിന്നെ അവൾക്ക് കൊച്ചിനെ പിടിച്ചുകൊണ്ട് അത് ഇട്ട് നോക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഞാനത് വാങ്ങിച്ചിട്ട് നോക്കുവാണ്. അപ്പോൾ ആദ്യത്തെ ഒരു ലിപ്സ്റ്റിക്ക് ഇട്ട് നോക്കി, പിന്നെ അത് വൈപ്പ് ചെയ്ത് കളഞ്ഞു. അപ്പോഴത്തേനും എൻ്റെ മുഖം ഒരു ജോക്കറിൻ്റെ മുഖം പോലെ ഗൈസ്. ഞാനത് തൂത്തപ്പം എന്തോ അങ്ങോട്ട് സ്പ്രെഡായതാണ്. അപ്പോൾ അങ്ങനെയായിപ്പോയി. അവൾ വാവയ്ക്ക് ലിപ്സ്റ്റിക്ക് വെച്ച് കൊടുത്തപ്പം അത് തിന്നാനുള്ള സാധനമെന്ന് പറഞ്ഞാൽ ആൾ വായൊക്കെ പൊളിക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് കേട്ടോ, പണ്ടൊക്കെ സ്കൂളിൽ ആനിവേഴ്സറിക്ക് ഡാൻസ് കളിക്കാൻ നേരത്താണ് ലിപ്സ്റ്റിക്ക് ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പം അത് ഒഴിവാക്കാൻ പറ്റാത്ത അവസ്ഥയായി. ലിപ്സ്റ്റിക്ക് ഇട്ടാലാണൊരു എന്താ ഫിനിഷിങ് വരുമെന്നുള്ള ഒരു ഇതായി. അപ്പോൾ ഈ ലിപ്സ്റ്റിക്ക് ഇട്ടപ്പോൾ രണ്ട് ലിപ്പിലും രണ്ട് ഷെയ്ഡായിട്ട് കാണിച്ചു. അപ്പോൾ നമ്മൾ ആദ്യം എടുത്ത ലിപ്സ്റ്റിക്കായിട്ട് എടുത്തത്. വാവയ്ക്ക് പിന്നെ ആ ചേച്ചി ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഗ്രാൻഡ് സെൻറ്റർ മാളിലേക്കാണ്. മൂവാറ്റുപുഴക്കാർക്ക് എല്ലാവർക്കും അറിയാം. പണ്ട് ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാട്ടോ ഇതിൻ്റെ ഇനാഗ്രേഷനൊക്കെ നടക്കണേ. അന്നിവിടെയൊക്കെ എന്താളായിരുന്നു എന്ന് പറയുമ്പോൾ ഗൈസ്. ഇന്നിപ്പം തീരെ ആളില്ല. അപ്പം ഞങ്ങൾ നേരെ പോയത് മാക്സിലേക്കാണ്. അപ്പോൾ കൊച്ചിന് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി അങ്ങോട്ട് കയറി. സ്റ്റുഡിയോ വന്നതിന് ശേഷം മാക്സിലും ട്രെൻഡ്സിലൊന്നും ആരും കയറാറില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ ആരും ഇല്ലായിരുന്നു ഗൈസ്. പണ്ടൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇവിടെ എന്തോ ഒരു സ്റ്റാഫ് തന്നെ ഉണ്ടായിരുന്നു, ഒരുപാട് പേര്. നമുക്ക് പരിചയമുള്ളവരൊക്കെ ഇവിടെ സ്റ്റാഫായിട്ട് കയറിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇന്നൊന്നും അവരാരും ഇല്ല. അപ്പോൾ ഇവൾ കുറച്ച് കൊച്ചിന് സോക്സൊക്കെ ആയിട്ട് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൂവാറ്റുപുഴ സ്റ്റുഡിയോ ഇല്ല ഗൈസ്, അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോകാതിരുന്നത്. ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞങ്ങൾ സ്റ്റുഡിയോയിലേക്കായിരുന്നു പോകുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സ്റ്റുഡിയോ മൂവാറ്റുപുഴയിൽ എന്ന് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഉടനെ വരട്ടെ. പിന്നെ അവിടുന്ന് അവൻ 2 ബനിയനൊക്കെ എടുത്തു. ഞങ്ങൾ നേരെ പോയത്, ഞാൻ കുറേ നാളായി റീൽസിൽ ഇങ്ങനെ കണ്ടു വെച്ചേക്കുന്ന ഒരു സാധനമാണ് ഫോട്ടോ ബ്ലൂത്ത് എന്ന് പറഞ്ഞിട്ട്. അപ്പം ആദ്യമേ ഞാൻ താഴത്തെ നിലയിൽ നോക്കിയപ്പോൾ ഇത് കാണാത്തപ്പം ഇതിവിടുന്ന് പോയി എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോഴാണ് അവിടെ താഴെ നിന്ന് ചേട്ടൻ പറഞ്ഞത് മേളത്തെ നിലയിലുണ്ടെന്ന്. അപ്പോൾ ഇത് നമുക്ക് 100 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫോട്ടോ 3 ഫോട്ടോ കിട്ടും. അപ്പം ഞാൻ അതിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്യായിരുന്നു. അപ്പോൾ വാവയ്ക്ക് വെക്കാൻ ഗ്രീൻ കളർ സ്പെക്സ് എടുക്കാനായിട്ടോ അവൾ പറഞ്ഞത്. അതെടുത്തു. പിന്നെ ക്രൗൺ ഉണ്ടായിരുന്നു, വേറൊന്നും വലിയ കാര്യമായിട്ടില്ലായിരുന്നു. പിന്നെ ഇപ്പം ഞാൻ എടുക്കുന്ന ബർത്ത്ഡേയുടെ അതില്ലേ, അത് ഞാൻ പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വെച്ചിട്ട് 250 രൂപയുടെ നോട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇത് കൊടുത്ത് 100 രൂപയാണ്, 3 ഫോട്ടോ കിട്ടും. അപ്പോൾ അത് എടുക്കാമെന്ന് ഓർത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. വീഡിയോ എടുക്കുന്ന അവളാട്ടോ. അപ്പോൾ ഇത് എന്നടി എടുക്കേണ്ട, അവൾ മിണ്ടാതിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു വോയിസ് ഓവർ കൊടുക്കണേന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ വെച്ച് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പോൾ ഓൾറെഡി അവർ കയറിയിട്ടോ, ആ 3 പിള്ളേർ കയറിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ എടുക്കുന്നത്. അപ്പോൾ എന്താവുമെന്നൊന്നും അറിയത്തില്ല. പക്ഷേ ഇതൊക്കെ ഒരു രസമല്ലേ. എനിക്ക് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിലേക്ക് കയറാമെന്ന് വിചാരിച്ചത്. എന്താവുമെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഞാൻ അവന് പൈസയൊക്കെ കൊടുത്തു. അപ്പോൾ അടുത്തത് ഞങ്ങളാണ് കയറേണ്ടത്. എങ്ങനെ ഇത് ചെയ്യണേന്നൊന്നും സത്യം പറഞ്ഞാൽ അറിയത്തൊന്നുമില്ല കേട്ടോ. അപ്പോഴാണ് ഞാനത് കണ്ടത്. എന്താണെന്നല്ലേ ഞാൻ കാണിച്ചു തരാം. അവിടെ ഒരു എന്താ അതിന് പേര് പറയാമെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അപ്പം ആ ചെയ്യുന്ന ആളെ, അതായത് ആ ഒരു സ്പെക്സ് വെച്ചിട്ട് ചെയ്യുന്ന ആളെ കാണുമ്പോൾ ശരിക്കും ഒരു റോബോട്ട് പോലെ തോന്നില്ലേ. ആളുടെ ആ ഹെയറും ആ കളറും ആ നിൽക്കുന്നതൊക്കെ കണ്ടു കഴിയുമ്പോൾ എനിക്ക് പെട്ടെന്ന് അത് മനുഷ്യനാണെന്ന് എനിക്ക് തോന്നിയില്ല, ഒരു റോബോട്ട് പോലെ എനിക്ക് തോന്നിയിട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ അടുത്തേക്ക് പോയി നോക്കാമെന്നുള്ള രീതിയിൽ ഞാൻ അടുത്തേക്ക് പോയതാണ്. അപ്പോൾ അവരവിടെ നിന്ന് നോക്കാൻ തുടങ്ങി. കണ്ടോ, ശരിക്കും ഒരു റോബോട്ട് നിൽക്കണ പോലെയല്ലേ ആ പയ്യനെ കണ്ടിട്ടുണ്ടെങ്കിൽ. ഈ ഒരു സംഭവം ഞാനൊരു തവണ എക്സ്പീരിയൻസ് ചെയ്താട്ടോ. ഞാൻ കരഞ്ഞു പൊളിച്ചു. അപ്പം ഞങ്ങളടുത്തത് ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറിയേക്കാണ്. അപ്പോൾ നമുക്ക് ആ പയ്യൻ നന്നായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു കേട്ടോ, എങ്ങനെ എടുക്കണ്ടേ എന്നുള്ള രീതിയിലൊക്കെ. അപ്പം കുറേ അതായത് ഫ്രെയിംസ് ഉണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യാം, ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞ് പിന്നെ ക്ലിക്ക് ചെയ്ത് ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ 3 ഫോട്ടോ ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ക്യാമറ ഉള്ളത് മേളിലാണ്, ക്യാമറ കാണിച്ചു തരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെയാട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഫോട്ടോ ആദ്യം തന്നെ എടുത്ത് തരുന്നുണ്ട്, എങ്ങനെയാണെന്ന് കാണാൻ വേണ്ടി, അതെങ്ങനെ എടുക്കുന്നതെന്നുള്ള ഇത് കാണാൻ വേണ്ടി. അപ്പോൾ ഗെറ്റ് റെഡി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ക്യാമറ മേളിലാണ്. അപ്പോൾ ക്യാമറയിലേക്ക് നോക്കിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോട്ടോ വരും. അപ്പോൾ ഇതിങ്ങനെ കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ പേടിയായി, ഇത് നമുക്ക് കിട്ടുമെന്നുള്ള. അപ്പോൾ അത് എൻ്റെ ഒരു ഫോട്ടോ എടുത്താണ് കേട്ടോ കണ്ടത്. പിന്നെ ഞങ്ങൾ 3 പേരും കൂടെയും കയറി. അപ്പോൾ ആദ്യമം ഒരു റെഡ് ക്രൗൺ ആയിരുന്നു ഞാൻ എടുത്തത്. പിന്നെ അത് നമുക്ക് 2 പേർക്കും യെല്ലോ വെക്കാന്നുള്ള രീതിയിൽ അത് തിരിച്ച് വെച്ചിട്ട് ആ യെല്ലോ ഇത് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവനത് ശരിയാക്കി തന്നു. അപ്പം ഞങ്ങളുടെ ഫോട്ടോയ്ക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് ഗൈസ്. അപ്പം ഇപ്പോൾ വരും ഫോട്ടോ.
3 ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് 2 ഫോട്ടോയെ വന്നുള്ളൂ. മിക്കവാറും ഇങ്ങനെ 3 എണ്ണമാണോ എന്ന് എനിക്കറിയത്തില്ല, 2 എണ്ണമാണ് കിട്ടിയത്. അപ്പം ഇത് കണ്ട ഉടനെ അവൾ പറഞ്ഞത് 100 രൂപയ്ക്ക് എത്ര കിലോ ഏത്തപ്പഴം വാങ്ങി തിന്നാന്നായിരുന്നു. ഭയങ്കര നഷ്ടമായി പോയി ഗൈസ്. വേറെ ഒന്നുമല്ല, ഞങ്ങൾ കുറച്ചും കൂടെ വലുപ്പമൊക്കെ പ്രതീക്ഷിച്ചായിരുന്നു. പിന്നെ കുഴപ്പമില്ല, ഇനി ആദ്യം ചെന്ന് ചാടില്ലല്ലോ. അപ്പോൾ അവന് ബൈയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങുകയാണ്. ഞങ്ങൾ പിന്നെ നേരെ പോയത് ജ്യൂസോ ഷേക്ക് അങ്ങനെ എന്തെങ്കിലും കഴിക്കാനായിട്ടോ. ഞാൻ ഫലൂഡ എന്ന് പറഞ്ഞത് അവർ കേട്ടത് മാറിപ്പോയി, ഫ്രൂട്ട് സലാഡ് എടുത്തുകൊണ്ട് തന്നു. എനിക്ക് ഫലൂഡയായിരുന്നു കുറച്ചും കൂടി ഇഷ്ടം. ഞാൻ എവിടെ പോയാലും എനിക്ക് ഷേക്കും അടുപ്പാട്ടോ ഗൈസ്, ഞാൻ ഷേക്ക് അങ്ങനെ കഴിക്കാറില്ല. ഫലൂഡയാണെങ്കിൽ ഞാൻ നന്നായിട്ട് കഴിക്കും. സത്യം പറഞ്ഞാൽ ഞങ്ങൾ മാളിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറേ ദൂരം നടന്നിട്ടാട്ടോ നമ്മൾ ഈ ഒരു ബേക്കറിയിലെത്തുന്നത്. നല്ല ക്ഷീണമുണ്ടായിരുന്നു, നല്ല വെയിലടിച്ചിട്ട് ഭയങ്കരമായിട്ട് മടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ഫ്രൂട്ട് സലാഡ് കഴിക്കുകയാണ് ഗൈസ്. അവരവിടെ അമ്മയും മോനും അവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ പോയത് ഡ്രീം ലാൻഡ് പാർക്ക്. ഞങ്ങൾ പെട്ടെന്ന് പറയുമ്പോൾ മുനിസിപ്പൽ പാർക്ക് എന്നാട്ടോ പറയുന്നത്. അപ്പോൾ മൂവാറ്റുപുഴയിലുള്ള പാർക്കാണ്. അപ്പോൾ അവൾ ടിക്കറ്റൊക്കെ എടുക്കാൻ പോയിട്ടുണ്ട്. അവൾക്ക് ഇവിടെ ഭയങ്കര നൊസ്റ്റു വന്നിട്ടാണ് പറയുന്നത്. എനിക്ക് വലിയ നൊസ്റ്റു ഒന്നുമില്ല. ഞാൻ എന്തോ +2 എന്തോ പഠിച്ചപ്പം ഒരു തവണ എന്തോ വന്നിട്ടുള്ളൂ. അല്ലാതെ ഞാൻ ഈ പാർക്കിൽ അങ്ങനെ വന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഞാൻ പഠിച്ചത് നിർമ്മല കോളേജിലായിരുന്നു. അപ്പം നിർമ്മല കോളേജ് എന്ന് പറയുമ്പം ഈ പാർക്കിനപ്പുറത്തേക്ക് തൊടുപുഴയ്ക്ക് പോണ റൂട്ടിൽ. അപ്പം നമുക്ക് ഈ പാർക്കിലേക്ക് വരേണ്ട ആവശ്യം അങ്ങനെ വന്നിട്ടില്ല. അതുകൊണ്ടായിട്ട് ഞാൻ ഇങ്ങോട്ട് വരാതിരുന്നത്. അപ്പം കുഞ്ഞാവ് കുറച്ച് മുമ്പോട്ട് നടന്നിട്ട് ഞാൻ വരാത്ത എന്നാന്ന് നോക്കി തിരിഞ്ഞിരിക്കണം കേട്ടോ. അവിടെ കാണാൻ പറ്റാത്ത എന്തോ ഞങ്ങൾ കണ്ടു ഞെട്ടി ഗൈസ്. അപ്പോൾ പാർക്കിലൊക്കെ ഇത് സ്വാഭാവികമാണ്. ഞങ്ങളതുകൊണ്ട് ഞങ്ങൾ വലിയ മൈൻഡൊന്നും ആക്കിയില്ല, ഞങ്ങളങ്ങ് വന്നു. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇത് ഇവളെ അമ്മയായിട്ട് എന്നത്രേടി കൊച്ചിൻ്റെ ബർത്ത്ഡേ ആണ്. ഒരു വർഷമായി നിൻ്റെ അമ്മ. എനിക്ക് പക്ഷേ ഈ കൊച്ചിനെ കണ്ടിട്ട് ഇവളുടെ കൊച്ചാതെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുള്ള കേസ്. അത് സത്യമായിട്ടു എടി നീ അമ്മയായിരുന്നോ അങ്ങനെ എനിക്കൊരു ഇത് വരില്ലടി, എനിക്ക് തന്നെ. അപ്പോൾ ഞാൻ എല്ലാം പെട്ടെന്നായിരുന്നു. സുന്ദര എന്താണ് ഞങ്ങളുടെ ബർത്ത്ഡേ ആണ്, ഞങ്ങളുടെ ഹാപ്പി ബർത്ത്ഡേ. അപ്പം ഞാൻ നിന്നോട് കുറച്ച് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാം. എങ്ങനെയുണ്ട് ഒരു അമ്മയായിട്ടുള്ളൊരു ജീവിതം? എങ്ങനെയുണ്ട്? അത് വേറൊരു ഫീലാണ്. സിംഗിൾ ലൈഫ് വേറൊരു ഫീലാണ്. രണ്ടും സെപ്പറേറ്റ് ആണ്. ഓക്കെയാണ്, കുഴപ്പമില്ല. പക്ഷെ കുറച്ചൊക്കെ നമ്മുടെ ആ ഫ്രീഡം അങ്ങ് പോകും. പിന്നെ അതിൻ്റെ ഇപ്പം മദർഹുഡ് എന്ന് പറയുമ്പോൾ അത് വേറെ. നമുക്ക് ചിലപ്പോൾ നമുക്ക് ഫ്രീഡം പോയാലും ഇവനില്ലാതെ പറ്റില്ല എന്നൊരു സാധനം ഉണ്ട്. അങ്ങനെ എപ്പോഴും ഇപ്പം നമ്മൾ ഇല്ലാതെ എവിടെയെങ്കിലും പോയാലും എവിടെയാണ് ദൈവമേ എന്തെടുക്കുമായിരിക്കും എന്നൊരു ഫീലും ഉണ്ട്. അതോടൊപ്പം തന്നെ സിംഗിൾ മദർഹുഡിന്റെ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഇപ്പം ഞാൻ ചോദിക്കാം, എനിക്കിപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും പെട്ടെന്ന് തന്നെ പോകാൻ പറ്റും, എവിടെയാണെങ്കിലും പോകാൻ പറ്റും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നിനക്ക് കുറേ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിന്നെ എങ്ങനെ ബാധിക്കുന്നു? എങ്ങനെ ബാധിക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമ്മളെ ഓവർകം ചെയ്യണമെങ്കിൽ എന്തായാലും നമ്മുടെ പാർട്ണർ അതിൻ്റെ ഒപ്പം തന്നെ 100% സപ്പോർട്ടീവ് ആയിരിക്കണം. പാർട്ണർ ഓക്കെ ആണെങ്കിൽ തന്നെ നമ്മൾ കുറേയൊക്കെ ഓക്കെ ആവും. അപ്പം എല്ലാവരും നല്ല പാർട്ണറെയൊക്കെ നോക്കിയിട്ട് ചൂസ് ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ. പിന്നെ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മൾ അത്രയും ഫ്രീ ആയിട്ട് നടന്ന ജോലിയൊക്കെ ചെയ്ത് ജോലി അടിച്ച് എല്ലായിടത്തൊക്കെ കറങ്ങി നടന്ന് കല്യാണം കഴിച്ച ഒരു കുട്ടിയായി വീട്ടിലിരുന്ന് കൊച്ചിൻ്റെ കാര്യം മാത്രം നോക്കിക്കൊണ്ടിരിക്കുമ്പം തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു സാധനം വരും. അപ്പോൾ അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്യേണ്ടത് നമ്മുടെ പാർട്ണർ തന്നെയാണ്. അപ്പം നമ്മൾ അമ്മയാവുന്നതോടൊപ്പം തന്നെ അവരും അച്ഛനാവുന്നുണ്ടല്ലോ. അപ്പം ഈക്വലായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കേണ്ടത് അവരാണ്. പിന്നെ നമ്മുടെ ചുറ്റുമുള്ളവരും മനസ്സിലാക്കണം. ശരിയാ, നീ ആ പറഞ്ഞ ഡയലോഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നീ അമ്മയാവുന്നതോടൊപ്പം ചേട്ടായി അച്ഛനായി. അപ്പൊ അതും രണ്ടുപേരും കൂടെ ഒരു ഈക്വൽ സാധനം വേണം. ഒരു പൊതുവെ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ അമ്മ കൊച്ചിനെ നോക്കി വീട്ടിലിരിക്കണു, അച്ഛൻ ജോലിക്ക് പോകണു, അങ്ങനെ അവൻ്റെ ലൈഫ് നോർമലായിട്ട് പോകുന്നു. ഇവിടെ ഒരാൾ വീട്ടില. ശരിയാ, ആ പറഞ്ഞ ഡയലോഗ് എനിക്ക് ആ പോയിന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കണ്ടേ ഒറ്റ കൊണ്ട് കൊടുത്തേ. പിന്നെ വാവേനെ ഞങ്ങൾ കളിപ്പിച്ചു, അവനെ കുറേ റൈഡിലൊക്കെ കയറ്റി. അപ്പം അങ്ങനെ അവൻ്റെ ഡേ അല്ലേ ഗൈസ്. അപ്പോൾ അവനെ കുറേ ചില്ലൊക്കെ ചെയ്യിച്ചു. കൊച്ചമ്മയുടെ ആട്ടം കണ്ട് കൊച്ചു ചിരിക്കുവാടി. പൊന്നു നീ ഒഴിവാക്കിയത് അവള് ഗൈസ്. അപ്പം ഞങ്ങൾ പാർക്കിൽ നിന്ന് ഇറങ്ങി എടുത്തു. കൊച്ചാണ് എല്ലാത്തിലും കയറിയില്ല, നമ്മളും എടുത്ത്. സത്യം ഗൈസ്. അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് ഇവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആട്ടോ, വിഷ്ണുപ്രിയ. അവളുടെ ടീച്ചറാണ്.
അപ്പോൾ ഇവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ എൻ്റെയും ഫ്രണ്ടാണ്. ഞങ്ങൾ നല്ല കമ്പനിയാണ്. എന്താ പറയുക, ഈ അടുത്ത കാലത്ത് കിട്ടിയ എൻ്റെ ഒരു ഫ്രണ്ട് കേട്ടോ, നല്ലൊരു ഫ്രണ്ട്. അപ്പോൾ അവൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് അനുവിനെ ഞങ്ങൾ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവൾ ഓൾറെഡി വിളിച്ചതായിരുന്നു സജന. അപ്പോൾ അവൾക്ക് എന്തോ അവിടെ നിന്ന് വരാനുള്ള താമസം കൊണ്ട് അവൾക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ ലാലാലാൻഡ് കയറി നമ്മൾ കേക്കൊക്കെ മുറിക്കാം, കട്ട് ചെയ്യാം എന്നുള്ള രീതിയിലായിരുന്നു വന്നത്. പക്ഷേങ്കിൽ കൊച്ചുറങ്ങിപ്പോയി ഗൈസ്, അതുകൊണ്ട് ഒന്നും നടന്നില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം അവിടെ കയറിയിരുന്നു. നല്ല എ സി ഉണ്ടായിരുന്നു. നല്ല വെയിലത്ത് നിന്ന് കയറി വന്നിട്ട് നല്ല സുഖം ഉണ്ടായിരുന്നു എ സിക്കകത്തിരിക്കാൻ. കണ്ട ഗൈസ്, ഞങ്ങളൊക്കെ ചില്ല് ചെയ്തിരിക്കുമ്പോൾ അമ്മയായി അവൾ കൊച്ചിനെ ഉറക്കുന്നു. പാവമുണ്ട്. ഇതാണ് മദർഹുഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. പിന്നെ അവളത് ഒരു പരാതിയും കൂടാതെ അവളത് ഏറ്റെടുത്ത് കൊച്ചിനെ അവൾ ഉറക്കുന്നു. ഇവളെന്നെ ചീത്ത പറയുന്നുണ്ട് ഗൈസ്. ഇവളെന്തൊക്കെയോ പറഞ്ഞ് എന്നെ ചീത്ത പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ കണ്ട വാവ വിഷ്ണുപ്രിയയുടെ ചേച്ചിയുടെ മോളാട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതിന് മുമ്പ് ഒരു വട്ടം മീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ രണ്ടാമത്തെ വട്ടമാട്ടോ ഞങ്ങൾ മീറ്റ് ചെയ്യണേ. അപ്പോൾ എന്താ പറയുക, ഞാൻ യൂട്യൂബ് ചാനൽ നിർത്താൻ പോവാടി എന്ന് പറഞ്ഞപ്പോൾ എന്തോ എന്നെ ചീത്ത പറഞ്ഞാണ്. അപ്പോൾ അവർ ഫ്രൂട്ട് സലാഡ് വാങ്ങിച്ചു, വാവയ്ക്കും അവക്കും കൂടെയും. ഞങ്ങൾ കോൾഡ് കോഫി ആയിട്ടാണ് കുടിച്ചത്. അപ്പം കുഴപ്പമില്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ട് കുടിക്കണം. അപ്പം അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഇറങ്ങി ഗൈസ്. സത്യം പറഞ്ഞാൽ കേക്ക് മുറിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമമൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് ഒരുപാട് നേരം നിൽക്കാൻ പറ്റില്ല. സന്ധ്യ ആവുന്നതിന് മുമ്പ് വീട്ടിൽ ചെല്ലണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടാണ് ഗൈസ് വിട്ടത്. അതുകൊണ്ട് ഞാനിവിടെ നിന്ന് ഇറങ്ങുകയാണ്.